ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ലാസ്റ്റ് ടൈമിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏകദേശം ഒരു 33ഓളം ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ചോദ്യം 34ാമത്തെ ചോദ്യം നോക്കാം. ഇതും ഓർഗാനിക് കെമിസ്ട്രി ഭാഗത്തു നിന്നുള്ള നെയിം റിയാക്ഷൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ പരമാവധി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെയിം റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് ഓർഗാനിക്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ പെർട്ടിക്കുലർ നിങ്ങൾ പഠിച്ചു പോകുന്ന സമയത്ത് ഓരോ സെപ്പറേറ്റ് ആയിട്ടൊരു പേജ് എടുത്തിട്ട് ഓരോ നെയിം റിയാക്ഷൻസ് എഴുതുക. അവിടെ എന്തിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു, ഏത് റിയേജൻറ്റ് യൂസ് ചെയ്യുന്നു. ചിലപ്പം റിയേജൻറ്റ് തന്നിട്ടായിരിക്കും ഇന്ന റിയേജൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന റിയാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓരോ നെയിം റിയാക്ഷൻ പഠിക്കുന്ന സമയത്തും നെയിം റിയാക്ഷൻ എഴുതുക, താഴോട്ട് എന്തിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ഇന്നർ റിയേജൻറ്റ്. അങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് നെയിം റിയാക്ഷൻസ്, പ്രധാനപ്പെട്ട നെയിം റിയാക്ഷൻസുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ ഇതിനകത്ത് തന്നെ ഒരു 3-4 ചോദ്യങ്ങൾ നമുക്ക് നെയിം റിയാക്ഷൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് പ്രിപ്പറേഷൻ ടൈമിൽ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ടെസ്റ്റ്, ഇപ്പം ലൂക്കാസ് ടെസ്റ്റ്, കാർബൈലമീൻ ടെസ്റ്റ്, അതൊക്കെ ഓരോന്നും എന്തിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റുകളാണ്. അങ്ങനെ കുറച്ച് ടെസ്റ്റുകൾ നമ്മളിപ്പോൾ യൂഷ്വലി ഇപ്പോൾ +1 +2 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക. അത്തരത്തിലുള്ള ചോദ്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം നോക്കുക. പ്രിപ്പറേഷൻ ഓഫ് അറൈൽ ഫ്ലൂറൈഡ്സ് ബൈ ഹീറ്റിംഗ് arene diazonium fluoroborates is known as, okay, Sandmeyer's reaction, Schiemann reaction, Gattermann reaction, none of these. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് കൊടുത്തിട്ടുണ്ട് അരൈൽ ഫ്ലൂറൈഡ്സിനെ അരീൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ്സ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത്. സാൻമേയേഴ്സ് റിയാക്ഷൻ ആണോ, ഷീമാൻ റിയാക്ഷൻ ആണോ, ഗട്ടർമാൻ റിയാക്ഷൻ ആണോ, ഇവയൊന്നും അല്ലയോ എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഏത് റിയാക്ഷനിലാണ് അരൈൽ ഫ്ലൂറൈഡിനെ ഇന്നതാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഇന്ന റിയേജന്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന റിയാക്ഷൻസ് ഇതാണ് എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുന്ന ഉടനെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ ഇപ്പോൾ ഷീമാൻ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് സാൻമേയേഴ്സ് റിയാക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും ഒക്കെ നമ്മൾ നോർമലി പഠിക്കുന്ന റിയാക്ഷൻസാണ്. അവിടുത്തെ റിയേജൻസും അവിടുത്തെ റിയാക്റ്റൻറ്റും ഒക്കെ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഇൻ കേസ് അതല്ല ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്ഷൻ ബിയിലേക്ക് പോവുകയും ചെയ്യാം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ പരമാവധി പറ്റുന്ന നെയിം റിയാക്ഷൻസ് എന്തിനെ എന്താക്കി മാറ്റുന്നു, എന്ത് റിയേജന്റിന്റെ പ്രസൻസിൽ എന്നുള്ളത് നോക്കി വെച്ചേക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്പ്ലനേഷൻ നോക്കാം. അരൈൽ ഫ്ലൂറൈഡ് ക്യാൻ ബി ഫോം ബൈ യൂസിങ് അരീൻ ഡയസോണിയം ക്ലോറൈഡ് ബൈ യൂസിങ് റിയാക്ഷൻ കോൾഡ് ബാൽസ് ഷീമാൻ റിയാക്ഷൻ. അപ്പോൾ ഷീമാൻ റിയാക്ഷൻ എന്താണ്? അരൈൽ ഫ്ലൂറൈഡ്സിന്റെ പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, അരൈൽ ഫ്ലൂറൈഡ്സിനെ ആരുടെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പം ഡയസോണിയം സോൾട്ടുകളുടെ പ്രസൻസിൽ, അല്ലെങ്കിൽ ഡയസോണിയം ക്ലോറൈഡ്സോ ഡയസോണിയം ഹാലൈഡ്സിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ അരൈൽ ഫ്ലൂറൈഡുകൾ പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷൻ ആണ് എന്ത്? ഷീമാൻ റിയാക്ഷൻ. അപ്പൊ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഷീമാൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എന്താ, പ്രിപ്പറേഷൻ ഓഫ് അരൈൽ ഫ്ലൂറൈഡ്സ്, റിയേജന്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതി വെക്കുക, ഡയസോണിയം ക്ലോറൈഡ്സ്, അത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഇൻ കേസ് ഇപ്പം ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ തന്നെ റിയാക്ഷനകത്തുള്ള റിയാക്റ്റന്റും റിയേജന്റും നോക്കിയിട്ട് നമുക്ക് റിയാക്ഷൻ പെട്ടെന്ന് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഓരോ റിയാക്ഷനും പഠിക്കുന്ന സമയത്ത് അതുപോലെ ഒന്ന് പ്രത്യേകം ഒന്ന് എഴുതി സൂക്ഷിച്ചാൽ മാത്രം പോലെ എഴുതി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കാനായിട്ട് ശ്രമിച്ചോണം കേട്ടോ. അപ്പോൾ when an aryl diazonium chloride is heated with a fluoroboric acid, arene diazonium fluoroborate is precipitated, which on further heating decomposes to yield aryl fluoride. അപ്പോൾ പ്രിപ്പറേഷൻ മെത്തേഡ് ആണ് കാണിച്ചിട്ടുള്ളത്. അരൈൽ ഡയസോണിയം ക്ലോറൈഡ് ഫ്ലൂറോബോറിക് ആസിഡ് HbF4 ഫ്ലൂറോബോറിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പം അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ആദ്യം അരീൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ഇവരെ ഫർദർ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴാണ് അത് ഡീകമ്പോസ് ചെയ്ത് എന്തായിട്ട് മാറുന്നത്? ഈ BF3യും N2യും ഒക്കെ സെപ്പറേറ്റഡ് ഔട്ട് ആയിട്ട് നമുക്ക് അരൈൽ ഫ്ലൂറൈഡ്, അതായത് ആ അരോമാറ്റിക് റിങ്ങിലേക്ക് ഫ്ലൂറിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള അരൈൽ ഫ്ലൂറൈഡ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അരൈൽ ഫ്ലൂറൈഡ്സിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഏത്? ഈ പറയുന്ന ഷീമാൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഡയസോണിയം ക്ലോറൈഡ് റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് കണ്ടു കഴിഞ്ഞാലും ഷീമാൻ റിയാക്ഷൻ ഓർത്തോണം. ഓക്കെ.
ഇനി ഓപ്ഷൻസിനകത്ത് നമുക്ക് 1-2 നെയിം റിയാക്ഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. സാൻ മേയേഴ്സ് റിയാക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെയും എന്തിന്റെ പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത്, ഏത് റിയാക്ടന്റിന്റെ കൺവേർഷൻ ആണ് നടക്കുന്നത്, ഏത് റിയേജന്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആദ്യം സാൻ മേയേഴ്സ് റിയാക്ഷൻ ആരുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് നോക്കുക. അരൈൽ ക്ലോറൈഡ്സ് ആൻഡ് ബ്രോമൈഡ്സ് are obtained by treating the diazonium salt solution with a cuprous chloride or bromide or by using copper powder and HCl or HBr. This reaction is known as San Meyers reaction. Okay, അപ്പോൾ San Meyers reactionലും ആരുടെ പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത്, അരയിൽ ഹാലൈഡുകളുടെ പ്രിപ്പറേഷൻ ആണ്. ഇപ്പൊ ഇവിടെ മറ്റടുത്ത് സ്പെസിഫിക്കലി അരയിൽ ഫ്ലൂറൈഡ്സിന്റെ പ്രിപ്പറേഷൻ ആയിരുന്നു പറഞ്ഞത് അല്ലെ. ഇപ്പൊ ഇവിടെ അരയിൽ ഹാലൈഡ്സ് ആണ്, അതായത് അരയിൽ ക്ലോറൈഡ്സ് ആവാം, അരയിൽ ബ്രോമൈഡ്സ് ആവാം. ഓക്കെ, ഇൻ പ്രസൻസ് ഓഫ്, അതാണ് പ്രത്യേകം ഇമ്പോർട്ടന്റ്, ട്രീറ്റിംഗ് വിത്ത് ഡയസോണിയം സോൾട്ട്. ഡയസോണിയം സോൾട്ടിന്റെ പ്രസൻസിലാണ് ഹീറ്റ് ചെയ്യുന്നത് വിത്ത് എന്തുണ്ട്, കുപ്രസ് ക്ലോറൈഡ് ഓർ ബ്രോമൈഡിന്റെ പ്രസൻസിൽ. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് കുപ്രസ് ക്ലോറൈഡ് കുപ്രസ് ബ്രോമൈഡ് എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഷീമാൻ റിയാക്ഷനിലേക്ക് തന്നെ എത്തപ്പെട്ടത്. ഇവിടെ നോക്കിയാലും നിങ്ങൾ അരയിൽ ക്ലോറൈഡ്സും അരയിൽ ബ്രോമൈഡ്സും ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഡൈസോണിയം സോൾട്ടിന്റെ പ്രസൻസിലാണ് പ്രിപ്പറേഷൻ നടക്കുന്നത്. ബട്ട് കുപ്രസ് ക്ലോറൈഡ് ഓർ ബ്രോമൈഡ് നമ്മുടെ റിയാക്ഷൻ മീഡിയത്തിൽ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവിടെ. ഓക്കെ, സോ ഈ റിയാക്ഷനെയാണ് സാൻ മേയേഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡൈസോണിയം സോൾട്ട് ഇൻ പ്രസൻസ് ഓഫ് കുപ്രസ് ക്ലോറൈഡ് ഓർ കുപ്രസ് ബ്രോമൈഡ് റിയാക്ട് ചെയ്യുന്നു. നമുക്ക് അരയിൽ ക്ലോറൈഡ്സ്, അതായത് ക്ലോറോബെൻസീൻ അല്ലെങ്കിൽ ബ്രോമോബെൻസീൻ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് സാൻ മേയേഴ്സ് റിയാക്ഷൻ. ഓക്കെ, അടുത്തത് ഗട്ടർമാൻ റിയാക്ഷൻ. ഗട്ടർമാൻ റിയാക്ഷനിൽ എന്താ നടക്കുന്നത് നോക്കിക്കേ. ഗട്ടർമാൻ റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ഒബ്റ്റൈനിങ് ക്ലോറോബെൻസീൻ ഓർ ബ്രോമോബെൻസീൻ from benzene diazonium chloride by treating with copper in presence of HCl or copper in presence of HBr റെസ്പെക്റ്റീവ്ലി. ഇപ്പൊ ഗട്ടർമാൻ റിയാക്ഷനിലും നമ്മൾ ക്ലോറോബെൻസിൻ അല്ലെങ്കിൽ ബ്രോമോബെൻസിനെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലായിടത്തും സെയിം ആണ്, ക്ലോറോബെൻസിൻ ഓർ ബ്രോമോബെൻസിനെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. റിയാക്ഷൻ കണ്ടീഷനിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആൻഡ് ഇവിടെയും ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ട്രീറ്റിംഗ് വിത്ത് കോപ്പർ ഇൻ പ്രസൻസ് ഓഫ് HCl അല്ലെങ്കിൽ കോപ്പർ ഇൻ പ്രസൻസ് ഓഫ് HBrന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത് കേട്ടോ. ഏകദേശം മറ്റേതുമായിട്ട് സാൻ മേയേഴ്സ് റിയാക്ഷനുമായിട്ട് സിമിലർ ആയിട്ടുള്ള റിയാക്ഷൻ തന്നെയാണ് ഗട്ടർമാൻ റിയാക്ഷനിലും നടക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ഷീമാൻ റിയാക്ഷൻ. അരയിൽ ഫ്ലൂറൈഡ്സ് എന്ന് സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഷീമാൻ റിയാക്ഷൻസിലാണ് യൂഷ്വലി പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ് ഈസിലി ക്ലീവ്ഡ് ബൈ HBr? HBr യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഏറ്റവും ഈസി ആയിട്ട് ക്ലീവ് ചെയ്യാൻ പറ്റുന്നത് ആരെയാണ് എന്നാണ് ചോദ്യം കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ് ഈസിലി ക്ലീവ്ഡ് ബൈ HBr? HBr യൂസ് ചെയ്തിട്ട് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ക്ലീവ് ചെയ്യാനായിട്ട് പറ്റുന്നത് ആരെയാണ് നോക്കുക. കോമ്പൗണ്ട്സ് വിത്ത് ഹൈ റിംഗ് സ്ട്രെയിൻ ആർ മോസ്റ്റ് അൺസ്റ്റേബിൾ ആൻഡ് ദസ് മോർ ലൈക്ലി ടു undergo ring cleavage. 3-membered rings have the larger ring strain due to the smaller size. അപ്പം പൊതുവെ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്പീഷീസിനെ ആയിരിക്കുമോ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്പീഷീസിനെ ആയിരിക്കുമോ ഈസിലി നമുക്ക് ക്ലീവ് ചെയ്യാനായിട്ട് പറ്റുക? തീർച്ചയായിട്ടും അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്പീഷീസിനെ ആയിരിക്കും നമുക്ക് ഈസി ആയിട്ട് ക്ലീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്പീഷീസിനെ ആയിരിക്കും നമുക്ക് ഈസി ആയിട്ട് ക്ലീവ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ റിംഗ് സൈസ് വെച്ചിട്ട് പറയുകയാണ്. ഇപ്പോൾ 3-membered റിംഗ്, 4-membered റിംഗ്, 5-membered റിംഗ്, 6-membered റിംഗ്, ഇങ്ങനെയുള്ള ഞാൻ കോമ്പൗണ്ട്സിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് റിംഗ് സ്ട്രെയിൻ ഏറ്റവും കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? 3-membered റിംഗ്. റിംഗ് സ്ട്രെയിൻ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു മീൻസ് ആ കോമ്പൗണ്ട് എന്തായിരിക്കും? മോസ്റ്റ്ലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടിനെ അല്ലേ നമുക്ക് ക്ലീവ് ചെയ്യാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 3-membered, 4-membered, 5-membered, 6-membered റിംഗ്സ് തന്നു കഴിഞ്ഞാൽ ഏറ്റവും റിംഗ് സ്ട്രെയിൻ ഉള്ള കോമ്പൗണ്ട്സ് 3-membered റിംഗ് ആണ്. റിംഗ് സ്ട്രെയിൻ ഏറ്റവും കൂടുതലുള്ള കോമ്പൗണ്ട് മീൻസ് ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് അവരായിരിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് മീൻസ് അവരുടെ ക്ലീവേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ നമുക്ക് ക്ലീവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ മോസ്റ്റ് ഈസിലി ക്ലീവ് ചെയ്യാൻ പറ്റുന്ന കോമ്പൗണ്ട് ഏതാണ് എന്നായിരുന്നു ഇവിടെ ചോദ്യം. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ഡി, ഇവിടുത്തെ 3-membered റിംഗ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി 3-membered. ഇത് എത്ര 5-membered റിംഗ് ആണ്, ഇത് 6-membered റിംഗ് ആണ്, അത് 5-membered റിംഗ് ആണ് അല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും ഏറ്റവും ഈസിലി നമുക്ക് ക്ലീവ് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, 3-membered റിംഗിനെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോൺ ആസ് omega-3 ഫാറ്റി ആസിഡ്? അപ്പോൾ omega-3 ഫാറ്റി ആസിഡ് എന്ന് അറിയപ്പെടുന്നത് കെമിക്കലി ആരെയാണ്? ലിനോളിക് ആസിഡ്, ലിനോലെനിക് ആസിഡ്, ഒലീക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്. ഇതിൽ ആരെയാണ് നമ്മൾ പൊതുവെ omega-3 ഫാറ്റി ആസിഡ് എന്നറിയപ്പെടുന്നത് നോക്കുക. ലിനോലെനിക് ആസിഡ്, സ്പെസിഫിക്കലി ആൽഫ ലിനോലെനിക് ആസിഡ് ഓർ ALA എന്നും
നമ്മൾ സിംപ്ലി റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഈസ് ദ പ്രൈമറി omega-3 ഫാറ്റി ആസിഡ് ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ആൻഡ് ഈസ് ദ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ദാറ്റ് ദ ഹ്യൂമൻ ബോഡി കനോട്ട് പ്രൊഡ്യൂസ് ബൈ ഇറ്റ്സ് ഓൺ. അപ്പം നമ്മുടെ ബോഡിക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് omega-3 ഫാറ്റി ആസിഡ്. പക്ഷേ ബോഡി സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ഒക്കെ നമുക്ക് ലഭിക്കുന്ന, ബോഡി സ്വയമേ ഉൽപ്പാദിപ്പിക്കുന്നതല്ല, എക്സ്റ്റേണലി നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആളാണ് omega-3 ഫാറ്റി ആസിഡ് കേട്ടോ. അപ്പം ലിനോലെനിക് ആസിഡ് ആണ് എന്താ omega-3 ഫാറ്റി ആസിഡ് എന്ന് കെമിക്കലി അറിയപ്പെടുന്നത് കേട്ടോ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത നോക്കുക 37ാമത്തെ ചോദ്യം. ഇതും നമ്മുടെ ഓർഗാനിക് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ പ്രൊസീഡ്സ് ബൈ ദ ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ, കബാനിയോൺ, ക്ലോറൈഡ് അയോൺ, ഹൈഡ്രോക്സൈഡ് അയോൺ. അപ്പം നമ്മുടെ ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ ഉണ്ട്, ആൽക്കൈലേഷൻ റിയാക്ഷൻ ഉണ്ട്. ഇവിടെ ആൽക്കൈലേഷൻ റിയാക്ഷന്റെ കേസിലാണ് ചോദിച്ചിട്ടുള്ളത് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് ആരാണ്. ഇന്റർമീഡിയറ്റ് എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല, റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്യുന്നത് ഇതിൽ ആരാണ് ഈ കൂട്ടത്തിൽ? കാർബോകാറ്റയോൺ ആണോ, കാർബാനിയോൺ ആണോ, ക്ലോറൈഡ് അയോൺ ആണോ, ഹൈഡ്രോക്സൈഡ് അയോൺ ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ ഒന്ന് പരിചയപ്പെടാം, അതിനുശേഷം നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ഇതിപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ആൽക്കൈൽ ഗ്രൂപ്പ് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് കാർബോകാറ്റയോൺ ഫോം ചെയ്യണം, എന്നിട്ടാണ് അവിടേക്ക് വന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് അല്ലേ. അപ്പം നോക്കാം, ദ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിക്വയർസ് ദ ജനറേഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോഫൈൽ to be attacked by the nucleophilic aromatic ring. In this case, the Lewis acid AlCl3 coordinate with the alkyl halide, pulling off the chloride ion and forming a reactive carbocation. അപ്പം ഇവിടെ നോക്കുക, ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷനിൽ നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡ് കൺസിഡർ ചെയ്തു. ഇതാണ് എൻ്റെ ആൽക്കൈൽ ഹാലൈഡ്. അവർ ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നവരാണ് ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, അപ്പോൾ ഇറ്റ് റിക്വയർസ് ദ ജനറേഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോഫൈൽ ടു ബി അറ്റാക്ഡ് ടു ദ ന്യൂക്ലിയോഫിലിക് aromatic ring. അപ്പോൾ ഈ അറോമാറ്റിക് റിങ് ഇപ്പം നമുക്കിപ്പം എന്താണ്, ഇപ്പം ഇവിടെ ഈ ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ അരൈൽ ഹാലൈഡ്, ഇപ്പം ബെൻസീനകത്ത് Cl ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ബെൻസൈൽ ഹാലൈഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂക്ലിയോഫൈലായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൂയിസ് ബേസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പം അവർ റിയാക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോഫൈൽ വേണമല്ലോ. അപ്പോൾ AlCl3 ആണ് നമ്മൾ യൂഷ്വലി ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻസിൽ ഇലക്ട്രോഫൈൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇലക്ട്രോഫൈൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ AlCl3 ആക്ച്വലി എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഒരു ലൂയിസ് ആസിഡ് ആയിട്ട്. കാരണം ഇവർ ലൂയിസ് ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ലൂയിസ് ആസിഡിനെ ഇലക്ട്രോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ലൂയിസ് ആസിഡിനെ പ്രൊവൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ AlCl3നെ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ലൂയിസ് ആസിഡ് ആയിട്ടുള്ള AlCl3 നമ്മുടെ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നു. കണ്ടോ, കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നു. അതായത് ഈ Cl- ഇങ്ങോട്ട് ഈ AlCl3 ഉണ്ടല്ലോ, ഇവിടുന്ന് ഒരു ക്ലോറിനെ കൂടെ പിടിച്ചെടുത്തോണ്ട് പോകും. അപ്പൊ ക്ലോറിൻ ഇവിടുന്ന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ചാർജ് ആണ് പോകുന്നത്. അപ്പൊ ഇവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും അല്ലെ. അതായത് കാർബോകാറ്റയോൺ ഫോം ചെയ്തു. അപ്പൊ ഈ കാർബോകാറ്റയോൺ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്തത് ആരാണ് ആക്ച്വലി? ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്ത അല്ലെങ്കിൽ ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്ത AlCl3 ആണ് ഇവിടുത്തെ ഈ കാർബോകാറ്റയോൺ ഫോർമേഷനിലേക്ക് നയിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ ആരാണ് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്? നമുക്ക് ഇപ്പൊ തന്നെ ആൻസർ കിട്ടി, ആരാണ്? കാർബോകാറ്റയോൺ. ഈ കാർബോകാറ്റയോണിലേക്കാണ് പിന്നീട് ഫെർദർ രണ്ടാമത്തെ സ്റ്റെപ്പ് ഓഫ് റിയാക്ഷൻ നടക്കുന്നത്. നോക്കാം, once the electrophile is formed, the pi electrons of the aromatic ring is then attached with the carbocation, forming a non-aromatic sigma complex. Finally, the proton is lost, restoring the aromaticity and completing the substitution. നോക്കാം, ഇപ്പൊ കാർബോകാറ്റയോൺ ഫോം ചെയ്തു. ഈ കാർബോകാറ്റയോൺ ആണ് ഇനി ആരുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്? നമ്മുടെ ബെൻസീൻ റിങ്ങുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ബെൻസീൻ റിങ്ങുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് താണ്ടെ റെസൊണൻസ് സ്റ്റെബിലൈസേഷനിലൂടെയൊക്കെ നമുക്ക് പ്രൊഡക്റ്റ്, ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് മെക്കാനിക്സ് ഒന്നും പറയുന്നില്ല, നമുക്കിവിടെ ജസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഏത് ഇന്റർമീഡിയറ്റിലൂടെയാണ് പ്രൊഡക്റ്റ് ഫോർമേഷൻ നടക്കുന്നത്? ഏതിലെ കൂടെ? AlCl3 വരുന്നു, നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ക്ലോറിനെ അബ്സ്ട്രാക്ട് ചെയ്യുന്നു, അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു, കാർബോകാറ്റയോൺ ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ കാർബോകാറ്റയോൺ എന്നുള്ളതായിരുന്നു നമ്മുടെ ആൻസർ. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാർബോകാറ്റയോൺ ആണ് നമ്മുടെ ബെൻസീൻ റിംഗിലേക്ക് പോയി അറ്റാക്ക് ചെയ്യുന്നു. ബെൻസീൻ റിംഗിലേക്ക് അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നു? അരൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ ബെൻസീൻ റിംഗിൽ അറ്റാച്ച്മെന്റ് വരുന്ന രീതിയിൽ, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന രീതിയിൽ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നു കേട്ടോ. ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ബെൻസീൻ റിംഗ് നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ഓക്കെ, സോ ചോദ്യത്തിൽ ഇത്രയുള്ളായിരുന്നു. ഏത് ഇന്റർമീഡിയറ്റ് ആണ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷനിൽ ഫോം ചെയ്തത്? ഏതാണ്? കാർബോകാറ്റയോൺസ് ആണ് ഫോം ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം 38ാമത്തെ ചോദ്യം. ഇത് നമ്മുടെ ഓർഗാനിക് പാർട്ടിൽ നിന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ 5-membered heterocyclic compound? അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള
തന്നിട്ടുള്ളതിൽ 5 മെമ്പേർഡ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് അല്ലാത്തത് ആരാണ് എന്നാണ് ചോദ്യം. ഇപ്പൊ എന്താണ് യൂഷ്വലി ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സൈക്ലിക് കോമ്പൗണ്ട്സിൽ തന്നെ ഒരു കാർബണിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഓക്സിജനോ നൈട്രജനോ സൾഫറോ പോലെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുമ്പോഴാണ് നമ്മൾ അവരെ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 5 മെമ്പേർഡ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദ്യം. ഓക്കെ, അപ്പൊ പൈറോൾ ഉണ്ട്, പിരിഡീൻ ഉണ്ട്, ഫ്യൂറാൻ ഉണ്ട്, തയോഫീൻ ഉണ്ട്. ഇതിൽ ആരാണ് 5 മെമ്പേർഡ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്? നോക്കിക്കേ, ഓരോരുത്തരുടെയും സ്ട്രക്ചേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്യൂറാൻ എന്ന് പറയുന്നത് 5 മെമ്പേർഡ് റിംഗ് ആണ് ആൻഡ് 1 ഓഫ് ദി കാർബൺ ഈസ് റീപ്ലേസ്ഡ് ബൈ ഓക്സിജൻ. 5 മെമ്പേർഡ് റിംഗിൽ ഒരു കാർബണിനെ റീപ്ലേസ് ചെയ്ത് ഓക്സിജൻ വരുന്നതാണ് ഫ്യൂറാൻ. പൈറോൾ എന്ന് പറയുമ്പോഴോ 5 മെമ്പേർഡ് റിംഗിലെ ഒരു കാർബണിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നൈട്രജൻ വരുമ്പോഴാണ് പൈറോൾ ആവുന്നത് അല്ലെ. അടുത്തത് തയോഫീൻ എന്ന് പറയുമ്പോഴോ ഒരു 5 മെമ്പേർഡ് റിംഗിൽ തന്നെ ഒരു കാർബണിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ സൾഫർ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്താണ് നമ്മൾ അതിനെ തയോഫീൻ എന്ന് പറയുന്നത്. ഓക്കെ, പിരിഡീൻ എന്ന് പറയുന്നത് 6 മെമ്പേർഡ് റിംഗിനകത്തുള്ള ഒരു കാർബണിന്റെ സ്ഥാനത്ത് നൈട്രജൻ വരുന്നതിനെയാണ് നമ്മൾ പിരിഡീൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളോട് ചോദിച്ചത് 5 മെമ്പേർഡ് ഇതെല്ലാവരും ഹെറ്ററോസൈക്ലിക് ആണ്. കാരണം എല്ലാവരുടെ കേസിലും ഒരു കാർബൺ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് ഒന്നെങ്കിൽ നൈട്രജൻ അല്ലെങ്കിൽ ഓക്സിജൻ അല്ലെങ്കിൽ സൾഫർ വന്നിട്ടുണ്ട്, ഹെറ്ററോ ആറ്റംസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് തന്നെയാണ്. പക്ഷെ നമ്മളോട് സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞേക്കുന്നത് 5 മെമ്പേർഡ് ഹെറ്ററോസൈക്ലിക് അല്ലാത്ത ആളിനെ ഐഡന്റിഫൈ ചെയ്യാനാണ്. അതാര് മാത്രമേ ഉള്ളൂ? പിരിഡീൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഫ്യൂറാൻ ആയിക്കോട്ടെ, പൈറോൾ ആയിക്കോട്ടെ, തയോഫീൻ ആയിക്കോട്ടെ, ഇവരെല്ലാവരും 5 മെമ്പേർഡ് റിംഗ്സ് ആണ് അല്ലെ. അപ്പൊ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി പിരിഡീൻ ആണ്. ഓക്കെ, അവരാണ് 6 മെമ്പേർഡ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ 5 മെമ്പേർഡ് അല്ലാത്തതായിട്ട് ഓപ്ഷൻസിലുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം 39ാമത്തെ ചോദ്യമാണ്. നോക്കുക, NBr is a polymer of. NBr എന്ന് പറയുന്നത് എന്തിൻ്റെ is a polymer of, എന്തിൻ്റെയൊക്കെ പോളിമർ ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ മോണോമേഴ്സ് ചേർന്നിട്ടുള്ള പോളിമർ ആണ് എന്നാണ് ചോദ്യം. ഐസോപ്രീൻ, ക്ലോറോപ്രീൻ, ബ്യൂട്ടാഡൈൻ ആൻഡ് ആക്രിലോനൈട്രിൽ, ബ്യൂട്ടാഡൈൻ ആൻഡ് സ്റ്റൈറീൻ. ഓക്കെ, അപ്പൊ NBr എന്ന് പറയുന്നത് ഏതൊക്കെ മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള പോളിമർ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മിക്കവാറും ഡിഗ്രി ലെവൽ എക്സാംസിന് പോളിമേഴ്സ് ആൻഡ് മോണോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പോളിമർ തന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോണോമേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മോണോമേഴ്സ് തന്നിട്ട് ആ മോണോമേഴ്സ് ചേർന്ന് ഫോം ചെയ്യാവുന്ന പോളിമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ പറയുന്നതിനോടൊപ്പം തന്നെ മെയിൻ ആയിട്ട് നമുക്കൊരു ഡിഗ്രി ലെവല് ക്വസ്റ്റ്യൻസിന്റെ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് പോളിമേഴ്സ് ആൻഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോണോമേഴ്സിനെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കുക, ഇവിടെ NBRന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണേ. നൈട്രിൽ ബ്യൂട്ടാഡൈൻ റബ്ബർ എന്നാണ് കേട്ടോ. നൈട്രിൽ ബ്യൂട്ടാഡൈൻ റബ്ബർ എന്നാണ് NBR. അതായത് നമ്മൾ ബ്യൂണ എസും ബ്യൂണ എന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സിന്തറ്റിക് റബ്ബേഴ്സിന്റെ കൂട്ടത്തിൽ നമ്മൾ ബ്യൂണ എസ്, ബ്യൂണ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ബ്യൂണ എന്നിനെ തന്നെയാണ് NBR അല്ലെങ്കിൽ നൈട്രിൽ ബ്യൂട്ടാഡൈൻ റബ്ബർ എന്ന് പറയുന്നത്. ബ്യൂണ എന്നിന്റെ മോണോമേഴ്സ്, കറസ്പോണ്ടിങ് മോണോമേഴ്സ് എന്തൊക്കെയാണ്? ബ്യൂണ എന്നിൻ്റെത് ബ്യൂട്ടാഡൈനും ആക്രിലോനൈട്രിലും ആയിരുന്നു അല്ലെ. ബ്യൂണ എസിന്റെ വരുമ്പോൾ ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും ആയിരുന്നു അല്ലെ. ബ്യൂണ എന്നിൻ്റെത് നമ്മുടെ ബ്യൂട്ടാഡൈനും ആക്രിലോനൈട്രിലും ആയിരുന്നു. അപ്പം സെയിം ബ്യൂട്ടാഡൈൻ ആൻഡ് ആക്രിലോനൈട്രിലാണ് എന്ത് NBRന്റെയും മെയിൻ മോണോമേഴ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ NBR എന്ന് കേൾക്കുമ്പോൾ ബ്യൂണൈൻ ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. നൈട്രിൽ ബ്യൂട്ടാഡൈൻ റബ്ബർ എന്നുള്ളതാണ് NBRന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ കുറച്ച് പ്രധാനപ്പെട്ട പോളിമേഴ്സും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോണോമേഴ്സിന്റെയും കൂടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കമ്പൽസറി ആയിട്ടും കാണാതെ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നോക്കുക, ഇപ്പൊ യൂഷ്വലി ഇപ്പൊ ചില പോളിമേഴ്സിന്റെ പേര് എടുത്തു കഴിഞ്ഞാൽ പോളി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലെ. ഇപ്പൊ പോളി പ്രൊപ്പിലീൻ അല്ലെ, പോളി സ്റ്റൈറീൻ അല്ലെങ്കിൽ പോളി വിനൈൽ ക്ലോറൈഡ്. അപ്പൊ കുറെ പോളിമേഴ്സിന്റെ പേര് പോളി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പോളിമേഴ്സിന്റെ എല്ലാം മോണോമേഴ്സ് എന്ന് പറഞ്ഞാൽ ആ പോളി അങ്ങ് മാറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം അതായിരിക്കും അവരുടെ മോണോമേഴ്സ്. ഇപ്പൊ എക്സാമ്പിൾ നോക്കിയാൽ പോളിപ്രൊപ്പീൻ എന്ന് പറയുമ്പോൾ അതൊരു പോളിമർ ആണ്. അവിടുത്തെ പോളി അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ബാക്കി എന്താ? പ്രൊപ്പീൻ. ആ പ്രൊപ്പീൻ ആണ് അവിടുത്തെ മോണോമർ. മനസ്സിലായോ? അതേപോലെ പോളിസ്റ്റൈറീന്റെ കേസിൽ ആ പോളി അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ബാക്കി എന്താ? സ്റ്റൈറീൻ അല്ലെ. അപ്പൊ ആ സ്റ്റൈറീൻ ആണ് അവിടുത്തെ മോണോമർ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത പോളി വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC പോളി വിനൈൽ ക്ലോറൈഡ് എന്നാണ് അല്ലെ. അപ്പൊ അവിടുത്തെ മോണോമർ എന്തായിരിക്കും? തീർച്ചയായിട്ടും വിനൈൽ ക്ലോറൈഡ് ആയിരിക്കും. അപ്പൊ PVCയുടെ മോണോമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും PVCയുടെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക പോളി വിനൈൽ ക്ലോറൈഡ്. അപ്പൊ മോണോമർ എന്താ? വിനൈൽ ക്ലോറൈഡ് ആണ് കേട്ടോ. നോക്കി വെച്ചേക്കാം. അടുത്ത യൂറിയ ഫൊമാൽഡിഹൈഡ് റെസിൻസ് അത് പേരിനകത്ത് തന്നെയുണ്ട്. ആരൊക്കെയായിരിക്കും?
യൂറിയയും ഫോമാൽഡിഹൈഡും ആയിരിക്കും യൂറിയ ഫോമാൽഡിഹൈഡ് റെസിൻസിനകത്ത് മോണോമേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് ഗ്ലിപ്റ്റാൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലിപ്റ്റാളിനകത്ത് വരുന്ന മോണോമേഴ്സ് എന്ന് പറയുന്നത് എത്തിലീൻ ഗ്ലൈക്കോളും താലിക് ആസിഡുമാണ്. എത്തിലീൻ ഗ്ലൈക്കോളും താലിക് ആസിഡ്. ഗ്ലിപ്റ്റാൽ പേരിനകത്ത് തന്നെ ഉണ്ട്. താൽ എന്ന് പറയുമ്പോൾ താലിക് ആസിഡ്. ദെൻ ഗ്ലൈ എന്ന് പറയുന്നത് എന്താ? എത്തിലീൻ ഗ്ലൈക്കോളിന്റെ ആണ് ഈ ഗ്ലൈ. അപ്പൊ ഗ്ലിപ്റ്റാൽ പേര് കേൾക്കുമ്പോഴേ ഓർത്തോണം. താൽ എന്ന് പറയുന്നത് താലിക് ആസിഡ്, ഗ്ലൈ എന്ന് പറയുന്നത് എത്തിലീൻ ഗ്ലൈക്കോളും ആണ് കേട്ടോ. എത്തിലീൻ ഗ്ലൈക്കോളും താലിക് ആസിഡും ആണ് ഗ്ലിപ്റ്റാളിനകത്ത് വരുന്ന മോണോമേഴ്സ്. അടുത്തത് ബാക്ക്ലൈറ്റ്. ബാക്ക്ലൈറ്റ് എന്താണ്? ആ ബാക്ക്ലൈറ്റിനെ തന്നെയാണ് ഫിനോൾ ഫോമാൽഡിഹൈഡ് റെസിൻസ് എന്ന് നമ്മൾ പറയാറുണ്ട് ബാക്ക്ലൈറ്റിനെ, അല്ലേ? അപ്പം ഫിനോളും ഫോമാൽഡിഹൈഡും ആണ് ബാക്ക്ലൈറ്റിനകത്ത് വരുന്ന മേജർ മോണോമേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. ഫിനോളും ഫോമാൽഡിഹൈഡും ആണ് ബാക്ക്ലൈറ്റിനകത്ത് മേജർ മോണോമേഴ്സ് ആയിട്ട് വരുന്നത്. ദെൻ റബ്ബർ എന്ന് പറയുമ്പോൾ നാച്ചുറൽ റബ്ബർ ആണ്. നാച്ചുറൽ റബ്ബറിന്റെ മോണോമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഐസോപ്രീൻ യൂണിറ്റുകളാണ്. തിരിഞ്ഞു പോകരുത്. നാച്ചുറൽ റബ്ബറിന്റെ അകത്ത് വരുന്ന മോണോമർ യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഐസോപ്രീൻ ആണ് കേട്ടോ. ഐസോപ്രീൻ ആണ്. ദെൻ നമ്മുടെ ബ്യൂണ എസ്, ബ്യൂണ എൻ. ബ്യൂണ എസും ബ്യൂണ എന്നും ഞാൻ ഓൾറെഡി പറഞ്ഞു സിന്തറ്റിക് റബ്ബേഴ്സ് ആണ് ബ്യൂണ എസും ബ്യൂണ എന്നും. അതിൽ ബ്യൂണ എസിനകത്ത് വരുന്ന മോണോമേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും. അതേപോലെ ബ്യൂണ എന്നിനകത്ത് വരുന്നത് ബ്യൂട്ടാഡൈനും ആക്രിലോനൈറ്റിലും ആണ് കേട്ടോ. ബ്യൂട്ടാഡൈനും ആക്രിലോനൈറ്റിലും ആണ്. ഓക്കെ, അടുത്ത ടെഫ്ലോൺ. ടെഫ്ലോണിനകത്ത് വരുന്നത് ടെട്രാ ഫ്ലൂറോ ഈഥേൻ ആണ് കേട്ടോ. ടെട്രാ ഫ്ലൂറോ ഈഥേൻ ആണ് ടെഫ്ലോണിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മോണോമർ. ദെൻ നമ്മുടെ ഞാൻ നൈലോൺ 6ഉം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ടെർലിൻ എത്തിലീൻ ഗ്ലൈക്കോൾ ടെറിഫ് താലിക് ആസിഡ്. ഓക്കെ, ടെഫ്ലോണിൻ്റെത് ടെട്രാഫ്ലൂറോ ഈഥേന്. ടെർലിൻ്റെത് വരുമ്പോൾ ടെർലിൻ്റെതിനകത്ത് 2 എണ്ണം ഉണ്ട്. എത്തിലീൻ ഗ്ലൈക്കോളും ടെറിഫ് താലിക് ആസിഡ്. നിങ്ങൾ തിരിഞ്ഞു പോകരുത്. ഗ്ലിപ്റ്റാളിനകത്ത് എത്തിലീൻ ഗ്ലൈക്കോളും താലിക് ആസിഡുമാണ്. എത്തിലീൻ ഗ്ലൈക്കോളും താലിക് ആസിഡുമാണ്. എന്നാൽ ടെർലീൻ വരുമ്പോഴത്തേന് എത്തിലീൻ ഗ്ലൈക്കോളും ടെറിഫ് താലിക് ആസിഡുമാണ് കേട്ടോ. ടെറിഫ് താലിക് ആസിഡുമാണ്. തിരിഞ്ഞു പോവും. നമ്മളെ തെറ്റിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഗ്ലിപ്റ്റാളും ടെർലീനും രണ്ടിന്റെ ഏകദേശം സിമിലർ ആണ്. ഗ്ലിപ്റ്റാൾ വരുമ്പോൾ എത്തിലീൻ ഗ്ലൈക്കോളും താലിക് ആസിഡുമാണ്. അതേപോലെ ടെർലീൻ വരുമ്പോഴത്തേനും ടെറിഫ് താലിക് ആസിഡും എത്തിലീൻ ഗ്ലൈക്കോളും ആണ്. തിരിഞ്ഞു പോരുത് കേട്ടോ. അടുത്ത മെലാമിൻ ഫോമാൽഡിഹൈഡ് റെസിൻസ് വരുമ്പോൾ പേരിനകത്ത് തന്നെയുണ്ട്. മെലാനിനും ഫോർമാൽഡിഹൈഡും ആണ് കറസ്പോണ്ടിങ് മോണോമർ യൂണിറ്റ്സ് ആയിട്ട് വരുന്നത്. ദെൻ നൈലോൺ 6ഉം നൈലോൺ 6,6ഉം ആണ്. റിപ്പീറ്റ് ചെയ്ത് ആവശ്യം പോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. തിരിഞ്ഞു പോകും. മോസ്റ്റ് ഓഫ് ദി ആളുകൾക്കും എത്ര തവണ ചോദിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ തിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് അവർ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും PSC എക്സാംസിന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നൈലോൺ 6നകത്ത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നൈലോൺ 6നകത്ത് ഒരു 6 അല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു മോണോമറേ ഉള്ളൂ. നൈലോൺ 6 എന്ന് പറയുമ്പോൾ 2 6 ഉണ്ടല്ലോ. അപ്പോൾ അവിടെ 2 മോണോമേഴ്സ് ഉണ്ട്. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതിൽ നൈലോൺ 6നകത്ത് വരുന്ന മോണോമർ എന്താണ്? ക്യാപ്രോലാക്ടം ആണ്. നൈലോൺ 6,6നകത്ത് വരുന്ന എന്താണ്? ഹെക്സാമെത്തിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡും കേട്ടോ. ഹെക്സാമെത്തിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡും ആണ് നൈലോൺ 6,6നകത്ത് വരുന്ന മോണോമർ യൂണിറ്റുകൾ. ഓക്കെ, അടുത്ത ആൽക്കൈൽ പ്ലാസ്റ്റിക്കിനകത്ത് വരുന്ന മോണോമർ ഏതാണ്? മലീക് ആൻഹൈഡ്രൈഡും മെത്തിലീൻ ഗ്ലൈക്കോളും കേട്ടോ. മെത്തിലീൻ ഗ്ലൈക്കോളും മലീക് ആൻഹൈഡ്രൈഡും ആണ് ആൽക്കൈൽ പ്ലാസ്റ്റിക്കിനകത്ത് വരുന്ന മോണോമർ യൂണിറ്റുകൾ. അടുത്ത PMMA ഫുൾ ഫോം ഓർത്ത് വെച്ചിരിക്കുക. പോളിമീഥൈൽ മെഥക്രിലേറ്റ് ആണ് കേട്ടോ. PMMA എന്ന് പറയുമ്പോൾ പോളിമീഥൈൽ മെഥക്രിലേറ്റ്. അവരുടെ മീഥൈൽ പോളി അങ്ങ് മാറ്റിയാൽ മതി. മീഥൈൽ മെഥക്രിലേറ്റ് ആണ് കറസ്പോണ്ടിങ് മോണോമേഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് വേഗത്തിൽ പറയാം, നോട്ട് ചെയ്ത് വെച്ചേക്കാം. പോളിപ്രോപ്പീൻ്റെ മോണോമർ പ്രൊപ്പീന്, പോളിസ്റ്റൈറീൻ്റെ സ്റ്റൈറീൻ. പോളി വരുന്നവരുടെ എല്ലാവരുടെയും പോളി മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ മോണോമർ കിട്ടും. ദെൻ പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ വിനൈൽ ക്ലോറൈഡ്. യൂറിയ ഫോമാൽഡിഹൈഡ് റെസിൻസ് എന്ന് പറയുമ്പോൾ യൂറിയയും ഫോമാൽഡിഹൈഡും. ഗ്ലിപ്റ്റാൾ എന്ന് പറയുമ്പോൾ എത്തിലീൻ ഗ്ലൈക്കോളും താലിക് ആസിഡും. ദെൻ ബാക്ക്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻസിനെയാണ് ബാക്ക്ലൈറ്റിന്റെ മറ്റൊരു പേര്. അപ്പോൾ ഫിനോളും ഫോർമാൽഡിഹൈഡും ആണ് മോണോമേഴ്സ്. റബ്ബർ നാച്ചുറൽ റബ്ബർ ആകുമ്പോൾ ഐസോപ്രീൻ യൂണിറ്റുകളാണ് മോണോമർ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ദെൻ 2 സിന്തറ്റിക് റബ്ബേഴ്സ് ആണ് ബ്യൂണ എസും ബ്യൂണ എന്നും. അതിൽ ബ്യൂണ എസിനകത്ത് ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും ആൻഡ് ബ്യൂണ എന്നിനകത്ത് ബ്യൂട്ടാഡൈനും ആക്രിലോനൈറ്റിലും. ദെൻ ടെഫ്ലോണിനകത്ത് എന്തൊക്കെയാ? ടെട്രാഫ്ലൂറോ ഈഥേൻ ആണ് വരുന്നത്. ദെൻ ടെർലിൻ വരുമ്പോൾ എന്താ? എത്തിലീൻ ഗ്ലൈക്കോളും ടെറിഫ് താലിക് ആസിഡും വരും. ഓക്കെ, ദെൻ മെലാമിൻ ഫോമാൽഡിഹൈഡ് റെസിൻസിനകത്ത് മെലാമിനും ഉണ്ട് ഫോമാൽഡിഹൈഡും ഉണ്ട്. ഓക്കെ, ദെൻ നൈലോൺ 6ഉം നൈലോൺ 6,6ഉം. നൈലോൺ 6നകത്ത് ക്യാപ്രോലാക്ടം, നൈലോൺ 6,6നകത്ത് ഹെക്സാമെത്തിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡും. ഓക്കെ, അടുത്ത ആൽക്കൈൽ പ്ലാസ്റ്റിക് വരുമ്പോഴത്തേന് മലീക് ആൻഹൈഡ്രൈഡും മെത്തിലീൻ ഗ്ലൈക്കോളും ആണ്.
ദെൻ പോളിമീഥൈൽ മെത്തക്രിലേറ്റ് PMMA. PMMA ഫുൾ ഫോം ഓർത്ത് വെച്ചേക്കുക. PMMA എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരിക. പോളിമീഥൈൽ മെത്തക്രിലേറ്റ് എന്നാണ്. അപ്പോൾ പോളി മാറ്റിക്കഴിഞ്ഞാൽ മീഥൈൽ മെത്തക്രിലേറ്റ്, അതാണ് കറസ്പോണ്ടിങ് മോണോമർ ആയിട്ട് വരിക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ NBR എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? നമ്മുടെ ബ്യൂണ N തന്നെയാണ്. ബ്യൂണ Nന്റെ മോണോമേഴ്സ് എന്തൊക്കെയാണ്? ബ്യൂട്ടാഡൈനും ആക്രിലോനൈറ്റിലും. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്, ബ്യൂട്ടാഡൈൻ ആൻഡ് ആക്രിലോനൈറ്റ്. ഓക്കെ, അടുത്ത 40ാമത്തെ ചോദ്യം നോക്കുക. ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ദി ഹൈഡ്രോകാർബൺ കണ്ടെയ്നിങ് 80% ഓഫ് കാർബൺ ആൻഡ് റെസ്റ്റ് ഹൈഡ്രജൻ ഈസ്. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രോകാർബൺ ഫോം ചെയ്യുന്നു, അതിനകത്തുള്ള ഹൈഡ്രജന്റെയും കാർബണിന്റെയും പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാ? 80% കാർബണും ഉണ്ട്, ബാക്കി ഭാഗം ഹൈഡ്രജനും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവരുടെ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനാണ് ചോദ്യം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് നോക്കിക്കേ നിങ്ങൾ. ഇവിടെ നമുക്ക് കാർബണിന്റെ പെർസെൻറ്റേജ് തന്നേക്കുന്നത് 80% എന്നാ അല്ലെ. അപ്പം ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും? ബാക്കി മൊത്തത്തിൽ 100% ആയിരിക്കുമല്ലോ. അപ്പൊ അതിലായിരിക്കും കാർബൺ 80%, അപ്പൊ ബാക്കി ഹൈഡ്രജൻ 20%. അപ്പൊ ഇവിടെ ശതമാനത്തിന്റെ കണക്കിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ശതമാനത്തിനെ ജസ്റ്റ് ഒന്ന് ഗ്രാമിലോട്ടാക്കി എഴുതുകയാണ്. അപ്പം കാർബണിന്റെ അളവ് 80 ഗ്രാമും ഹൈഡ്രജന്റെ അളവ് 20 ഗ്രാമും എന്ന് കിട്ടി. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ എത്ര മോൾസ് കാർബണും എത്ര മോൾസ് ഹൈഡ്രജനും ഉണ്ട് എന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ മാസ് 80 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 12. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 6.66 റേഞ്ചിൽ വരും നമ്മുടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ. ഓക്കെ, അതേപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജനും കണ്ടുപിടിക്കാം. ഹൈഡ്രജന്റെ ഗിവൺ മാസ് 20, മോളിക്കുലാർ മാസ് 1, സോ 20/1 എന്ത് കിട്ടി? 20 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ 6.66 റേഞ്ചിൽ കിട്ടി, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ 20 റേഞ്ചിലും കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇവരുടെ മോളിക്കുലാർ ഫോമിൽ എഴുതുമ്പോൾ C6.66 H20 എന്നൊക്കെ എഴുതി വെക്കുമോ? ഇല്ല, ഡെസിമൽ പോയിന്റിനെ കിട്ടിയത് നമുക്ക് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആക്കി മാറ്റണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? 2 ടേമിനെയും ഞാൻ 6.66 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ എന്ത് വരും? 1 വരും. 20 ഡിവൈഡഡ് ബൈ 6.66 എന്ന് പറയുമ്പോൾ 6.66 ഇൻറ്റു 6 ഇൻറ്റു 3 അല്ലേ 18. അപ്പോൾ 6.66 ഇൻറ്റു 3 ആയിരിക്കും 20 വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 3 വന്നു. അപ്പോൾ നോക്കിക്കേ, നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ 1 കിട്ടി, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ 3 കിട്ടി. അപ്പോൾ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ കിട്ടിയെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 1 കാർബണും 3 ഹൈഡ്രജൻ. അപ്പോൾ ഫോർമുല എന്ത് കിട്ടി നമുക്ക്? CH3 എന്ന് കിട്ടി. അപ്പോൾ 80% കാർബൺ ഉള്ള ഹൈഡ്രോ കാർബണിന്റെ കേസിൽ അവരുടെ മോളിക്കുലർ ഫോമിൽ എന്ത് വരും? CH വരൂ, CH2 വരൂ, CH3 വരൂ, CH4 വരുമോ? തീർച്ചയായിട്ടും ഓപ്ഷൻ C CH3 എന്നുള്ളതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. സോ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ജസ്റ്റ് നമുക്കൊരു ലോജിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് എത്തിപ്പെടാനായിട്ട് പറ്റും കേട്ടോ. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അടുത്ത നമുക്ക് സ്പെക്ട്രോസ്കോപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.